ഒരുമിച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്ക് കുറച്ച് കെയറിങ് കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുന്നേ വഴക്കിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വരുന്ന സമയത്ത് ആൾക്ക് എന്നെ കണ്ടിട്ട് ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന പോലത്തേക്ക് ഒരു ബിഹേവിയർ ആയിരുന്നു. നമ്മുടെ അടുത്തൊന്നും വിട്ടു വരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അത് കണ്ടപ്പോൾ. നമ്മുടെ സ്വന്തം മോളുടെ ഒരു വളർച്ചയുടെ ഒരു പാർട്ടാവാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രൊഫഷനിൽ നമ്മൾ എക്സൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഡെലിവറി റൂമിനകത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് നിന്നിട്ടാണ് ഞാനും കൂടെ പറയുന്നത് പുഷ് അമ്മ പുഷ് എന്ന് പറഞ്ഞിട്ട് പുഷ് ചെയ്ത് ആ കുഞ്ഞുവാവ് ഇങ്ങനെ വെളിയിലേക്ക് വരുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫിലിം ഇൻഡസ്ട്രി ആയാലും സീരിയൽ ഇൻഡസ്ട്രി ആയാലും എല്ലാം സെയിം തന്നെയാണെന്ന് പറയാം. സിനിമയിൽ മെയിൽ ഡോമിനേഷൻ കുറച്ച് കൂടുതലാണ്. സീരിയലിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒന്നും അറിയാതെ വന്ന് വിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഇതിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചാൻസ് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഫിലിമിൽ നമ്മൾ ഈ കാണുന്ന ആൾക്കാരുടെ അടുത്തെല്ലാം നമ്മൾ ഇതേപോലെ പറയും, പുതിയ പ്രോജക്ട്സ് വരുമ്പോഴത്തേനും പറയണം. എല്ലാവരും ആ ടൈമിൽ ഓക്കെ ശരി നോക്കാം എന്നൊക്കെ പറയാറല്ലാതെ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു അവസരം വന്നിട്ടില്ല. മന്ദാരച്ചിപ്പുണ്ടു മാണിക്യക്കല്ലുണ്ടു കയ്യിൽ വാർമതിയേ. മഞ്ഞിൽ വിരിഞ്ഞ എന്ന പൂവ് സീരിയലിലൂടെ മലയാളി മനസ്സിൽ പൂക്കാലം നിറച്ച നായകൻ, കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനടൻ യുവകൃഷ്ണ. വെൽക്കം യുവ. വെൽക്കം. ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീട്ടിലൂടെ മലയാളി മനസ്സ് കവർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു മനോഹരമായ കുടുംബത്തെ അതിമനോഹരമായ 2 കൈകളിലും ഭദ്രമായി കൊണ്ടു നടക്കുകയാണ് ജാനകിയും അബിയും. എങ്ങനെയാണ് ഈ അഭിരാമിലേക്ക് യുവ എത്തിയത്? ഞാൻ എൻ്റെ ഫസ്റ്റ് സീരിയൽ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞിൽ വിരിഞ്ഞ പൂവായിരുന്നു മഴവിൽ മനോരമയിൽ. അത് കഴിഞ്ഞിട്ട് പാരലലി ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം സൂര്യയിൽ സുന്ദരി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഏഷ്യാനെറ്റിലേക്ക് വരുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ് ഏഷ്യാനെറ്റിൽ, ജാനകിയുടെ അബിയുടെയും വീട് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് സുന്ദരി കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ അത് കഴിയുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നത്. നമ്മുടെ കൺട്രോളർ വിളിച്ച് പറയുന്നത് ഇതുപോലൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ചാനലിൽ നിന്ന് നമ്മുടെ കലൂർ സാറും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. ആക്ച്വലി വൈഫ് മൃദുലയ്ക്ക് ഓൾറെഡി ഒരു പ്രൊജക്റ്റ് നേരത്തെ കമ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അതിനുശേഷമാണ് ഞാൻ ഈ പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും ടെലികാസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ എപ്പിസോഡാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത് അല്ലേ. ഒരുപാട് നല്ല നായികമാരോട് അഭിനയിച്ചു. ഇനിയിപ്പോ ഏത് നായികയുടെ കൂടെ അഭിനയിക്കാനാണ് യുവയ്ക്ക് താല്പര്യം? സ്വന്തം ഭാര്യയുടെ മൃദുലയുടെ കൂടെ. അതിന്റെ ഒരു ചോദ്യമായിരുന്നു, അതിപ്പോഴെന്നെ പൊളിഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് കാര്യം ഏഷ്യാനെറ്റിലേക്ക് ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ചൊരു പ്രൊജക്ട് ചെയ്യണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. ബട്ട് ഓൾറെഡി മൃദുലയുടെ പ്രൊജക്റ്റിലേക്ക് ഹീറോയിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരുമിച്ചൊരു പ്രൊജക്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പൊ ഇനി നമ്മളൊരു പ്രൊജക്ട് പ്രതീക്ഷിക്കുന്നു ഒരുമിച്ച്. നിങ്ങളുടെ പോലെ തന്നെ മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുവാണ് ആ ഒരു യുവ മൃദു കോംബോ സീരിയലിൽ കാണണം. നിങ്ങൾ തമ്മിലുള്ള ആ കെമിസ്ട്രി ഞങ്ങൾക്ക് റിയൽ ആയിട്ട് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ആ ഒരു അവസരം നിങ്ങൾ തരില്ലേ? പിന്നെ നിങ്ങള് ഒരുപാട് ആരാധകരുള്ള ഒരു ഫാമിലിയാണ് മൃദുല, ധോനി ബേബി, യുവ. ശരിക്കും നിങ്ങളുടെ റിയൽ ലൈഫ് കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് യൂട്യൂബിലൂടെ. ഇപ്പൊ 1 മാസത്തോളം ആയില്ലേ, എന്തുകൊണ്ടാ വീഡിയോ ഒന്നും വരാത്തെ യൂട്യൂബില്? നമ്മൾ രണ്ടുപേരും ആക്ച്വലി പുതിയ പ്രോജക്റ്റിൽ ബിസി ആയി പോയി. ആള് ട്രിവാൻഡ്രത്തെ ഷൂട്ടിലാണ്, ഞാനിവിടെ എൻ്റെ ഷൂട്ട് വന്നിട്ട് ആലുവയിലാണ്. അപ്പൊ ഞാൻ രണ്ടുപേരുടെയും ഷെഡ്യൂളും വ്യത്യാസമാണ്. ഞാൻ 15 to 30, ആള് 1 to 15. ഞാൻ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആൾക്ക് ഷൂട്ടായിരിക്കും. അപ്പോൾ രാവിലെ ഷൂട്ടിന് പോയിട്ട് നൈറ്റ് വരും. അങ്ങനെ നമുക്കൊരു ഫ്രീ ടൈം അങ്ങനെ കിട്ടാറില്ല അടുത്തിടെയായിട്ട്. കുറച്ചൊരു 3 to 4 months ആയിട്ട് അതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഒരു സിറ്റുവേഷൻ. അപ്പം ഇനി നോക്കട്ടെ, ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് ഫ്രീ ടൈം ഉണ്ടാക്കിയിട്ട് വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആ ഒരു ഫാമിലി വീഡിയോക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ എല്ലാവരും അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. ധോനി ബേബിയായിട്ടും എങ്ങനെയാ ഒരു മെമ്പർ നമുക്ക് ഷെയർ ചെയ്യാമോ? നമ്മുടെ ഈ സീരിയലിൽ നോക്കുവാണെങ്കിലും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്, റിയൽ ലൈഫിലും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. എങ്ങനെ അതിനെ നോക്കി കാണുന്നു? എനിക്ക് പേഴ്സണലി വിഷമമുണ്ട്. ബിക്കോസ് അവളുടെ ആ ഒരു സ്റ്റേജ്, ആ ഒരു ഗ്രോത്തിൻ്റെ ആ ഒരു സ്റ്റേജിൽ ഈ ഒരു 1 to 2 yearsന്റെ ഇടയിൽ എനിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല മോളുടെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് പ്രൊജക്റ്റ് ആദ്യം ഞാൻ 2 പ്രൊജക്റ്റും കമ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു മോള് ജനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഏകദേശം ഒരു 1 year ആയപ്പോഴത്തന്നെയും ഞാൻ കംപ്ലീറ്റ്ലി ബിസിയാണ്, ഒരു മന്ത് ഫുള്ളായിട്ട്.
അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ആൾക്ക് എന്നെ കണ്ടിട്ട് പരിചയം വരുന്നില്ല. മീൻസ് ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന പോലത്തേക്ക് ഒരു ബിഹേവിയർ ആയിരുന്നു. നമ്മുടെ അടുത്തൊന്നും വിട്ടു വരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി അത് കണ്ടപ്പോ. കാര്യം നമ്മുടെ സ്വന്തം മോളുടെ ഒരു വളർച്ചയുടെ ഒരു പാർട്ടാവാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രൊഫഷനിൽ നമ്മൾ എക്സൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് തീരുമാനിച്ചതാണ് അറ്റ് എ ടൈം ഒരു പ്രൊജക്ട് മാത്രമേ കമ്മിറ്റ് ചെയ്യുള്ളൂ എന്ന്. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ ഈ പ്രൊജക്ട് എടുത്തു. ഇപ്പൊ വേറെ പ്രൊജക്ട് ഒന്നും ചെയ്യുന്നില്ല, ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ഫ്രീ ടൈം ട്രിവാൻഡ്രത്തെ മോളുടെ കൂടെ സ്പെൻഡ് ചെയ്യും, ധോനിയുടെ കൂടെ ഇരിക്കാനല്ലേ. അപ്പോ മൃദുല വിജയനെയും ധോനിനെയും പറ്റി ഒരു നല്ല മനോഹരമായ ഒരു മെമ്മറി എന്തെങ്കിലും ഒന്ന് പറയാവോ? പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആളുടെ പ്രഗ്നൻസി ഡെലിവറി ഡേറ്റിൽ തന്നെയാണ്. ബിക്കോസ് ഹോസ്പിറ്റലിൽ, അനന്തപുരി ഹോസ്പിറ്റലിൽ ഡെലിവറി റൂമിനകത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ തൊട്ടടുത്ത് നിന്നിട്ടാണ് ഞാനും കൂടെ പറയുന്നത് പുഷ് അമ്മ പുഷ് എന്ന് പറഞ്ഞിട്ട് പുഷ് ചെയ്ത് ആ കുഞ്ഞുവാവ് ഇങ്ങനെ വെളിയിലേക്ക് വരുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അത് തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ നമ്മളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പൊ അതാണ് ഏറ്റവും മറക്കാൻ പറ്റാത്ത മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്. എന്നും അത് തന്നെ ആയിരിക്കും അല്ലേ ആ ഒരു നിമിഷം. തിരക്ക് പിടിച്ച ലൈഫാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു ദിവസം എങ്ങനെയാണ് ഈ സെറ്റിൽ ഷൂട്ടിന് വരുന്നതും തിരിച്ചു പോകുന്നതും? അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഷൂട്ട് ഡേ എങ്ങനെയാണ് യുവയ്ക്ക്? ഷൂട്ട് ഡേയിൽ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. രാവിലെ നമ്മളൊരു 6 മണിക്ക് എണീക്കും, ഒരു 6:30 കൂടെ റെഡിയാവും, ഒരു 7 മണിയാകുമ്പോഴത്തേനും ലൊക്കേഷൻ എത്തും. അതിനുശേഷം പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഷൂട്ടാണ്. തിരിച്ച് ഷൂട്ട് പാക്കപ്പായി റൂം എത്തുമ്പോഴത്തേനും 10 മണിയാവും. അത് കഴിഞ്ഞിട്ട് റൂമിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കും. ഇവിടുന്ന് അവർ ഫുഡ് തന്നു വിടും. അത് കഴിഞ്ഞ് ഫ്രഷായി വൈഫിനെ വിളിക്കും, കിടക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് നമ്മളുടെ ഷൂട്ട് ഡേ എന്ന് പറയുന്നത്. അല്ലാതെ ഓഫ് ഡേ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചൊന്ന് ഔട്ടിങ് പോകാനും നമ്മളുടെ പേഴ്സണൽ കുറച്ച് ആവശ്യങ്ങൾക്ക് പോകാനും ഒക്കെ ടൈം കിട്ടുന്നത് ഓഫ് ഡേയിലാണ് കിട്ടാറ്. എങ്ങനെയാണ് ഈ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിന്റെ ടിപ്സ് എന്താണ് പറഞ്ഞു കൊടുക്കാനായിട്ട്? പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് ഒന്നുമില്ല, നോർമലി ഇങ്ങനെ പോകുന്നുണ്ട്. സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് ആണോ, ഷുഗർ ഡയറ്റ് ആണോ? അങ്ങനെ ഡയറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഷുഗർ ഫ്രീ ഡയറ്റ് ആണ് ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറ്. അതല്ലാതെ വേറെ പിന്നെ സ്ട്രിക്റ്റ് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാറില്ല. പിന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് ഒരു 1 to 2 years ആയിട്ട് എനിക്ക് വർക്കൗട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ഒരു കുറവ് ബോഡിയിൽ കാണാനുണ്ട്. അപ്പോൾ ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലുണ്ട്. ഇതൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഡയറ്റോ എന്താ പറയുക, സ്കിൻ റുട്ടീൻ നോർമലി നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ, എന്താ പറയുക, മേക്കപ്പിന് മുന്നേ ആയിട്ട് ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീം, അത് കഴിഞ്ഞ് മേക്കപ്പ്, ഇത്രയൊക്കെ തന്നെയാണ്. ഇതെല്ലാം മൃദുല ലൈഫിൽ വന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിരുന്നോ സ്കിന്നൊക്കെ ശ്രദ്ധിക്കാനായിട്ട്? ആള് വന്നതിന് ശേഷം. കാര്യം അതിന് മുമ്പ് ഞാൻ മഞ്ഞിലൊരു മൂവ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഇതേപോലെ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പൊ ആള് വന്നതിന് ശേഷം ഇതേപോലെ എല്ലാ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ചു തന്നു. ഇത് ആദ്യം അപ്ലൈ ചെയ്യണം, അതിനുശേഷം ഇത്. അപ്പൊ വലിയൊരു മാറ്റമാണ് വന്നത് അല്ലേ? ആഫ്റ്റർ ലൈഫ് എങ്ങനെയാണ് മൃദുല വരുന്നതിന് മുൻപും വന്നതിന് ശേഷവും? ഇപ്പൊ ഒരു 4 വർഷത്തോളായില്ലേ വിവാഹം കഴിഞ്ഞിട്ട്? 2020 എൻഗേജ്മെന്റ്, 2021 വെഡിങ്, 2022 ധോനി ബേബി. അങ്ങനെ ഒരു പെട്ടെന്നായിരുന്നു എല്ലാം നടന്നു പോയത് ലൈഫിൽ. അതെന്താണ് ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ജേർണി? 2020 മാരേജ് എൻഗേജ്മെന്റ് വരുന്നത്. അപ്പോൾ ആക്ച്വലി അതുവരെ ഏറ്റവും ഒരു മാരേജിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ നടന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ വീട്ടുകാരിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കല്യാണം ആലോചിച്ച് തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ച് ലൈഫ് ലോങ് നമ്മൾ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടിലുപരി നമ്മൾ പരിചയപ്പെട്ട് നമ്മളുമായിട്ട് സിങ്ക് ആവുമോ എന്ന് നോക്കിയതിന് ശേഷം കല്യാണം കഴിക്കാനായിരുന്നു എൻ്റെ ഒരു താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർ പല അറേഞ്ച്ഡ് മാരേജ് പ്രപ്പോസൽസ് കൊണ്ടുവരുന്ന സമയത്തും ഞാനതെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാറുണ്ടായിരുന്നു. പിന്നെ അവസാനം ലോക്കാവും എന്ന് തോന്നിയ സമയത്താണ് ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയിട്ട് കുറച്ചുകൂടെ എന്താ പറയുക, നമ്മളുടെ ഫീൽഡിൽ നിന്ന് തന്നെ ടാലൻ്റ് ഉള്ള ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടീനെ വേണം എന്ന് വിചാരിച്ച് കണ്ടുപിടിച്ച് ഞാൻ അങ്ങോട്ട് ആളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്ത്, പിന്നെ ആളുടെ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞ്, പിന്നെ അവർ ഓക്കെ ആയി. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ്, അങ്ങനെയാണ് നമ്മളൊരു അറേഞ്ച്ഡ് മാരേജിലേക്ക് ഇത് വരുന്നത്. അത് ഒരു പെണ്ണ് കാണൽ റാഗിങ്, ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു കല്യാണത്തിന് മുൻപ്. അപ്പോ നമുക്ക് പരിചയമുള്ളതുകൊണ്ടാണ്, മുമ്പേ പരിചയമുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ലല്ലോ.
ഓപ്പോസിറ്റുള്ള ആൾ എങ്ങനെ എങ്ങനെ റിയാക്ട് റിയാക്ട് ചെയ്യുന്നുള്ളത്. ചെയ്യും അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ തെരഞ്ഞെടുത്ത ആള് സെലക്ഷൻ മോശമായിട്ടില്ല അല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെ നമ്മുടെ മിനി സ്ക്രീനിലെ ചോക്ലേറ്റ് ഹീറോ എന്നാണ് ഞങ്ങൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നത്? ഒരുപാട് നോക്കുന്നുണ്ട് ക്യാരക്ടർ റോൾസിനൊക്കെ ആയിട്ട്. പക്ഷേ എല്ലാം ഫിലിമിൽ നമ്മൾ ഈ കാണുന്ന ആൾക്കാരുടെ അടുത്തെല്ലാം നമ്മൾ ഇതേപോലെ പറയും, ഇതേപോലെ ഫിലിമിലേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്. പുതിയ പ്രോജക്ട്സ് വരുമ്പോഴത്തേനും പറയണം, നമ്മുടെ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള അല്ല നമ്മളുടെ ഒരു ലുക്കിന് ആപ്റ്റായിട്ടുള്ള ക്യാരക്ടർ വരുന്ന സമയത്ത് ഒന്ന് അറിയിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എല്ലാവരും ആ ടൈമിൽ ഓക്കെ ശരി നോക്കാം എന്നൊക്കെ പറയാറല്ലാതെ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു കോണ്ടാക്ട് ബിൽഡപ്പ് ചെയ്ത് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. പിന്നെ നമുക്കായാലും തന്നെ ഈ സീരിയലിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ സിനിമയിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തേടി പോകാനുള്ള ഒരു ടൈമും കിട്ടിയിട്ടില്ല ഇതുവരെ. ഫിലിമിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാം ഓരോ ക്ലോസ്ഡ് സർക്കിളാണ്, ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് നമ്മൾ കോണ്ടാക്ട് ബിൽഡ് ചെയ്ത് അവരിൽ ഒരു ആളായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. എത്ര തന്നെ ടാലന്റ് ഉണ്ട്, എത്ര പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലൊരു മെമ്പർ ആവാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിലിമിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ടൈം വേണം, എഫേർട്ട് വേണം. അപ്പോൾ ആ രണ്ട് സാധനങ്ങളും ഇപ്പോൾ ഇടാനുള്ളൊരു സമയമില്ലാത്തതിന്റെ പേരിലാണ് ഇപ്പോഴും ബിഗ് സ്ക്രീനിൽ കയറാതെ നിൽക്കുന്നത് അല്ലേ? ഇപ്പോ സിനിമയിൽ വലിയ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ പറ്റി കേട്ട് കാണുമല്ലോ. അത് സിനിമയിൽ മാത്രമാണ് അല്ലെങ്കിൽ സീരിയലിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം യുവയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ യുവയുടെ കൂടെ അഭിനയിച്ചവരിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു മോശം അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ സേഫ് ആണോ? സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ആയാലും സീരിയൽ ഇൻഡസ്ട്രി ആയാലും എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് പറയാം. സിനിമയിൽ കുറച്ച് കൂടുതലാണെന്ന് പറയാം, മെയിൽ ഡോമിനേഷൻ കുറച്ച് കൂടുതലാണ്. സീരിയലിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഒരുപാട് കുറഞ്ഞു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാര്യം ഒരുപാട് ടാലൻ്റ് ഉള്ള ആൾക്കാർ വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് എസ്പെഷ്യലി സ്ത്രീകൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങി അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത്. പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു, എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ജീവിതം കുളമാകുമോ എന്നൊക്കെ പേടിച്ചിരിക്കുന്ന സ്ത്രീകളായിരുന്നു കൂടുതൽ. പക്ഷെ ഇപ്പം എല്ലാവരും കുറെ കൂടെ എന്താ പറയുക റെസ്പോൺസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈമിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. പിന്നെ മീൻവൈൽ ഇതേപോലെ ഒന്നും അറിയാതെ വന്ന് വിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഇതിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചാൻസ് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഓക്കെ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരും ഉണ്ട്. ആക്ടിങ് അല്ലായിരുന്നെങ്കിൽ യുവ എന്തായാലും ഒരു നടനായിരുന്നില്ലായിരുന്നെങ്കിൽ എന്തൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്താൻ? അല്ലെങ്കിൽ ഇപ്പോൾ യുവ എന്ന് പറഞ്ഞ യുവകൃഷ്ണ എന്തായേനെ? ഞാൻ എന്തായാലും ഒരു പെർഫോമിംഗ് ആർട്സിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു തന്നെ. ബിക്കോസ് പണ്ട് മുതലേ കുഞ്ഞു മുതലേ എൻ്റെ അച്ഛനൊരു കഥകളി ആർട്ടിസ്റ്റാണ്, പിന്നെ അമ്മ ഒരു മ്യൂസിക് ടീച്ചറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഇൻബോൺ ആയിട്ട് ആർട്സിൻ്റെ ഒരു എലമെന്റ് കിടപ്പുണ്ട്. അപ്പോൾ ഈ നോർമലി പഠിച്ചൊരു ജോലി, പ്രൈവറ്റ് ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് പോകുന്നതിന് പകരം എന്തെങ്കിലും ഒരു പെർഫോമിംഗ് ആർട്സിൽ നിൽക്കണം എന്നൊരാഗ്രഹം പണ്ട് മുതൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 10th കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഇതേപോലെ ആനിമേഷൻ പഠിക്കാൻ പോകണം, VFX പഠിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞപ്പം വീട്ടുകാർ വിട്ടില്ല, അമ്മ വിട്ടില്ല. അമ്മ പിന്നെ പറഞ്ഞു +2 കഴിയട്ടെ, അത് കഴിഞ്ഞ് പറഞ്ഞു ഡിഗ്രി കഴിയട്ടെ, അത് കഴിഞ്ഞ് പറഞ്ഞു PG കഴിയട്ടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മ പറഞ്ഞു ഓക്കെ ശരി ഇനി നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് വേണമെന്നുണ്ടെങ്കിൽ പൊക്കോന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നമ്മളുടെ പ്രായം മാറുന്ന ടേസ്റ്റ് മാറുമല്ലോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാറി. പിന്നെ പെർഫോമിംഗ് ആർട്സിലേക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമായി. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് എയർപോർട്ടിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് നേരെ മാജിക് പ്ലാനറ്റിൽ വരുന്നതും അവിടെ ജോയിൻ ചെയ്ത് കുറച്ച് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ട് അതിനുശേഷം പിന്നെ നേരെ ബാംഗ്ലൂർ പോയി അവിടെ കുറച്ച് മോഡലിംഗ് ഷോസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷമാണ് സീരിയലിലേക്ക് എൻട്രി വരുന്നത്. അപ്പോൾ ആക്ടർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമർ ആയിട്ട് എവിടെയെങ്കിലും കണ്ടേ. അച്ഛന്റെ ആദ്യ സിനിമയിൽ തന്നെ മകള് ധോനി ബേബി അഭിനയിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അച്ഛൻ ആദ്യ സീരിയലിൽ വന്നതും മോളുടെ ആദ്യ സീരിയലും ഒറ്റൊരു സീരിയലും പൂക്കാലം വരെ. അതെന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? അതെന്താ പറയാ, അവൾക്കൊരു 30 വയസ്സായ സമയത്താണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് അവളെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത്. അതും ആക്സിഡന്റലി കൊണ്ടുവരുന്നതാണ്, അല്ലാതെ നമ്മൾ വേണം എന്ന് വെച്ചിട്ട് കൊണ്ടുവരുന്നതല്ല. കാര്യം നമുക്കൊരു അവളുടെ പ്രായമാവുന്നവർ അവൾക്കൊരു എന്താ പറയുക സ്വന്തമായിട്ട് ഒരു ടേസ്റ്റ് പറയാനുള്ളൊരു പ്രായമാവുന്നത് വരെ അവളെ നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. ബട്ട് ആ ഒരു ടൈമിൽ
എനിക്ക് നമ്മുടെ മഞ്ഞളുരിഞ്ഞ പൂവിലെ ഒരു കുഞ്ഞുവാവിനെ കിട്ടാനുള്ളൊരു ക്ഷാമം വരുവും അവർ കുറേ സ്ഥലത്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു വയസ്സ് ആ ഒരു പ്രായമുള്ള കുട്ടീനെ കിട്ടാതെ ആവുന്ന സമയത്താണ് ഡയറക്ടർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മോളെ ഒന്ന് കൊണ്ടുവരാമോ, ഒരു ചെറിയ 1-2 ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇതേപോലെ കുഞ്ഞു മോളാണ്, നമുക്ക് ലൈറ്റിൻ്റെ ഒന്നും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെയും അവർ വേറെ ട്രൈ ചെയ്തിട്ടൊന്നും ഒരു ഓപ്ഷനും ഇല്ലാത്ത സമയത്ത് ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് മോളെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് അവൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ബഹളമൊന്നും ഉണ്ടാക്കാതെ ചെയ്തു. ഒന്നുമില്ല, തൊട്ടിൽ കിടക്കുന്ന കുറച്ച് ഷോർട്സ് എടുക്കുന്നുണ്ടായിരുന്നു, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയായിരുന്നു അവളുടെ ഫസ്റ്റ് എൻട്രി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെപ്പോഴും മറ്റേ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ആൾ യൂസ് ടു ആയി ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനും സംസാരിക്കാനും ഒക്കെ. അങ്ങനെ ഇപ്പൊ റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഷോർട്ട് ഫിലിം ഇപ്പൊ ചെയ്യുന്നുണ്ട് ആള്. ഞങ്ങൾ 3 പേരുണ്ട് അതിനകത്ത്. അത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി ഒരു 4 days ഷൂട്ട് ബാലൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് സീരിയൽ എപ്പോഴായിരിക്കും ധോനി ബേബിയുടെ? അത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും ആൾക്കൊരു കുറച്ചുകൂടെ ഒന്ന് പ്രായമായതിനു ശേഷം അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊണ്ടുവരാനായിട്ടുള്ള പ്ലാൻ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ബിഗ് ബോസിലേക്ക് ഒരു അവസരം വന്നിട്ട് അത് നടക്കാണ്ട് പോയ ഒരു സ്വപ്നം എന്ന് കേട്ടിട്ടുണ്ട്. ഇനി ഒരു അവസരം വന്നാൽ ബിഗ് ബോസിലേക്ക് പോകുമോ? അവസരം വന്നു കഴിഞ്ഞാൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. അതെന്തായിരുന്നു അന്ന് ബിഗ് ബോസിലേക്ക് ഒരു അവസരം വന്നിട്ട് മുടങ്ങിപ്പോയത്? അത് ഞാൻ ഇതേപോലെ മഞ്ഞളുരിഞ്ഞു പൂ ചെയ്തുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ചാനൽ റേറ്റിംഗിൽ പീക്കിൽ ടോപ്പിൽ നിൽക്കുകയായിരുന്നു നമ്മുടെ സീരിയൽ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീരിയലിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞിട്ടായിരുന്നു നമ്മളുടെ പ്രൊഡ്യൂസറും റൈറ്ററും ഡയറക്ടറും എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കൗട്ട് ചെയ്തത് ലാസ്റ്റ്. അപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ട് വേറെ പ്രൊജക്റ്റിലേക്ക് പോകുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അപ്പൊ ഇനി ഒരു അവസരം വന്നാൽ ബിഗ് ബോസിൽ പോകും എന്നാണ്. കപ്പടിച്ചിട്ടേ പോരുള്ളൂ അല്ലേ? ജാനകിയുടെയും അബിയുടെയും വീടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു ലൊക്കേഷൻ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യാവോ? ചിലപ്പോൾ സാഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീം സന്തോഷമായിരിക്കാം. ഒരു മെമ്മറി ഫസ്റ്റ്. നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് ഒരു എന്താ പറയുക കാസ്റ്റിംഗ് എല്ലാവരും വന്നിട്ട് ഒരു ഫസ്റ്റ് ഡേ ആയിട്ട് എല്ലാവരും ഇരുന്നിട്ടുള്ളൊരു മെമ്മറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് അറിയുന്നത് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആരാണ്, അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആരാണ്, എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ആരാണ്, എല്ലാം ഡീറ്റെയിൽസ് ഞാൻ പിന്നെ അവിടെ വന്നിട്ടാണ് അറിയുന്നത്. കാര്യം ഇതിനു മുമ്പ് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ട് ആരൊക്കെയാണ് ഫൈനൽ ആയിട്ടുള്ള സെലക്റ്റഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ വന്നതിന് ശേഷം അറിയുന്നത്. പക്ഷെ അറിയുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എല്ലാ ക്രൂ മെമ്പേഴ്സും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു പ്രൊജക്റ്റ്. എൻ്റെ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് ഏഷ്യാനെറ്റിൽ. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്കും അതിനകത്ത് പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു വന്ന ടൈമിൽ. ഓണ സമയമാണ്. ഓണം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സദ്യയുണ്ട്, അതുപോലെ തന്നെ പൂക്കളുണ്ട്, ഓണക്കളികൾ. ആ പഴയ കാലം നായകനാവുന്നതിന് മുമ്പുള്ള ലൈഫിലെ ഓണം മെമ്മറീസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ട്രിവാൻഡ്രമാണ്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു സിറ്റി ലൈഫിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് ഈ ഓണക്കളികൾ അങ്ങനത്തെ ഒരു ക്ലബിൻ്റെ പരിപാടികൾ അങ്ങനെയൊന്നും ഞാൻ പോകാറില്ല. എനിക്ക് 3 ചേച്ചിമാരാണ്. 2 ചേച്ചിമാരാണ് എൻ്റെ മൂത്തത്. ഞങ്ങൾ ടോട്ടലി 3 മക്കൾ. അപ്പോൾ അച്ഛൻ കുഞ്ഞിൽ മരിച്ചു എൻ്റെ. അപ്പോൾ അച്ഛൻ ഇല്ലാതെയാണ് അമ്മ വേറൊരു സ്ഥലത്ത്, അമ്മയുടെ ബേസിക്കലി സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടാണ്. അപ്പം 2 പേർക്കും ഗവൺമെൻറ് ജോബ് കിട്ടിയിട്ടാണ് ട്രിവാൻഡ്രം വന്ന് സെറ്റിലാവുന്നത്. സെറ്റിലായി കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ആണ് അച്ഛൻ്റെ മരണം. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ 3 പേരും കുഞ്ഞുങ്ങൾ. അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെ ഈ 3 കുട്ടികളെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്നുള്ള കുറച്ച് എന്താ പറയുക പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് വളരെ എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടാണ് അമ്മ വളർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ ഒരു അറൗണ്ട് ഒരു 12th സ്റ്റാൻഡേർഡ് വരെ എനിക്കിങ്ങനെ വലിയ ഫ്രണ്ട്സ് സർക്കിളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് സ്കൂളിൽ പോവും, പഠിക്കും, തിരിച്ചു വരും, അങ്ങനെയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്നെ അങ്ങനെ പുറത്തേക്ക് വിടാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാര്യം ഒറ്റ മോനായതുകൊണ്ട് എങ്ങനെ ആയി പോവും എന്നുള്ളത് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓണം വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ കുഞ്ഞിലെ. നമ്മൾ ആക്ച്വലി തിരുവോണമൊക്കെ ആവുന്ന സമയത്ത് 2 ദിവസം മുമ്പേ പോയിട്ട് ഈ ചാലയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നു, നേരെ വീട്ടിലേക്ക് വരുന്നു. ഓണത്തിന് നമ്മൾ തന്നെ കുറച്ച് പൂവൊക്കെ മേടിച്ച് ചെറിയ പൂക്കളൊക്കെ ഇടുന്നു. എന്നിട്ട് വീട്ടിൽ തന്നെ പായസം, സദ്യ, എല്ലാ സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി ഫുഡ് കഴിക്കുന്നു. പിന്നെ മെയിനായിട്ട് അമ്മ ഭയങ്കര ഭക്തയാണ്. അപ്പോൾ അമ്പലത്തിൽ പോക്കാണ് നമ്മളുടെ സ്ഥിരം പരിപാടി.
അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുന്നു, വീട്ടിൽ വരുന്നു, സദ്യ കഴിക്കുന്നു, അത്തപ്പൂ ഇടുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ലളിതമായ മെമ്മറീസ് ഓണം ആണ് അതല്ലേ. ഉള്ളത് പണ്ടത്തെ ഓണത്തിനെ കുറിച്ച്. ഇപ്പൊ സെറ്റിൽ ഓണമാണെങ്കിലോ? സെറ്റിൽ ഓണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഫസ്റ്റ് സെറ്റിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് മഞ്ഞൾ വിരിഞ്ഞ പൂലുണ്ടായിരുന്ന ടൈമിലാണ്. അവിടെ നമുക്ക് ഇതേപോലെ സദ്യ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഷൂട്ടിൻ്റെ ഇടയിലാണല്ലോ, പിന്നെ നമ്മൾ ചെറിയ കുറച്ച് ഗെയിംസ് ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഓണം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിലുള്ള ഓണം ടൈമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരുപാട് ഗെയിംസിൽ പങ്കെടുക്കും. അതിനുശേഷം പിന്നെ അത്തപ്പൂക്കള മത്സരം ഉണ്ടാവും, മറ്റേ മാവേലി ആയിട്ടുള്ള ഡാൻസ്. അങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഓണം എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കോളേജ് ലൈഫിലുള്ള ഒരു ഓണമാണ്. ശരിക്കും എക്സ്പ്ലോർ ചെയ്തു, ആഘോഷിച്ചു. അതുപോലെ തന്നെ ഒരു സിനിമ കണ്ടിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇതിലും മനോഹരമായി ഞാൻ അഭിനയിച്ചാനേന്ന്? അതല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ മനോഹരമായിട്ട് അഭിനയിക്കാമെന്ന് തോന്നി ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ മലയാളം സിനിമയിൽ? അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് തോന്നിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അതിൽ അഭിനയിച്ച ആക്ടറിനെ നമ്മൾ ടീസ് ചെയ്യുന്ന പോലെ ആയി പോകും. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അതുപോലെ ഒരു നടനെ ആ ഒരു ക്യാരക്ടർ ഇനിയും കിട്ടാൻ ആഗ്രഹമുണ്ടോ ചെയ്യാനായിട്ട്? എങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹം? എനിക്ക് എന്തായാലും പെർഫോമൻസ് ഇതുള്ള ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ആഗ്രഹം. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വന്ന് പോകുന്നതിനെക്കാട്ടിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേ സീൻസ് നമ്മളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന എന്ത് ക്യാരക്ടർ ആയി കഴിഞ്ഞാലും ഹാപ്പിയാണ്. വില്ലനായി എത്തി മലയാളികൾക്ക് ഹീറോ ആയി മാറിയതാണ്. അപ്പൊ വില്ലൻ ക്യാരക്ടറാണോ ഇഷ്ടം അല്ലെങ്കിൽ ഹീറോ ക്യാരക്ടറാണോ നല്ല? ഓഫ് കോഴ്സ് പണ്ട് മുതലേ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഒരു ലുക്ക് ഉണ്ട് വില്ലത്തരം, പക്ഷെ ക്യൂട്ട് ഹീറോയിനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. മൃദുല എങ്ങനെയാണ് പറയുന്നത്? ഇപ്പൊ സീരിയലിൽ അഭിനയിക്കുമ്പോ മറ്റ് നായികമാരുടെ കൂടെ അഭിനയിക്കുമ്പോ ഇങ്ങനെ അഭിനയിക്കരുത്, അങ്ങനെ അഭിനയിക്കരുത് എന്നൊക്കെ വല്ല ടിപ്സ് തരാറുണ്ടോ? നമ്മളുടെ ഫീൽഡിൽ നിന്ന് പുറത്തുള്ളൊരു ഭാര്യയാണ് കല്യാണം കഴിച്ചതെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കേൾക്കേണ്ടി വന്നേനെ. പക്ഷെ ഓൾറെഡി ഫീൽഡിലുള്ള എന്നെക്കാട്ടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് മൃദുല എന്ന് പറയുന്നത്. അപ്പൊ അവൾക്കറിയാം എങ്ങനെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പറയണം, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മളിതിൽ എന്താ പറയുക മാറ്റി വെക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം ആൾക്കറിയാം. മീൻസ് ഒരു ഈഗോ, നമ്മൾ വേറൊരു പെയറുമായിട്ട് നമ്മളുടെ ഹസ്ബൻഡിനെ സ്ക്രീനിൽ കാണുന്ന ടൈമിൽ എപ്പോഴും എന്തായാലും ഒരു നോർമലായിട്ടുള്ള ഒരു വൈഫിനാകുന്ന സമയത്ത് ഒരു ഈഗോ ഉണ്ടാവും. പിന്നെ അത് നേരെ ഡീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഫൈറ്റിലേക്ക് പോയി എത്തുന്ന ഒരു പതിവാണ് കാണാറ് നമ്മൾ. പക്ഷെ ആളങ്ങനെയില്ല, ആൾ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ അറിയാം പുള്ളിക്കാരിക്ക്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം വന്നിട്ടില്ല. എന്നാലും നിങ്ങൾ ഇപ്പൊ റീസെന്റ് വഴക്കിട്ടത് എന്തിനു വേണ്ടിയായിരിക്കും? റീസെന്റ് വഴക്കിട്ടത് ഇതുപോലെ ഒരുമിച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്ക് കുറച്ച് കെയറിങ് കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുന്നേ വഴക്കിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ സ്വാഭാവികമായിട്ട് എല്ലാ ഭാര്യമാർക്കും തോന്നുന്നൊരു സംഭവം. പിന്നെ നമ്മൾ സംസാരിച്ചത് ഓക്കെ ആക്കി ക്ലിയർ ചെയ്തു. ഈ സീരിയലിലെ അതായത് നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലെ അഭിറാം, ആ അഭിറാമിനെയാണോ ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പോഴുള്ള യുവനെയാണോ ഇഷ്ടം? റിയൽ ലൈഫ് യുവനെയാണോ ഇഷ്ടം, അഭിറാമിനെയാണോ ഇഷ്ടം? ഓഫ്കോഴ്സ് യുവ കൃഷ്ണനെ തന്നെയാണ്. കാര്യം യുവ കൃഷ്ണ ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടാവുന്നത്. ലൈഫിൽ എന്ത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനാണോ? എനിക്ക് ഫ്രണ്ട്സ് സർക്കിൾ ഓൾമോസ്റ്റ് കുറവാണ്, അങ്ങനെ അധികം ഫ്രണ്ട്സ് ഇല്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാനാണ് താല്പര്യം. ഈ സീരിയൽ ലൊക്കേഷനിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടാവില്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുക, പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഒരു ഹെൽപ്പിന് വിളിക്കാൻ വേണ്ടി പറ്റിയ ഒരു ഫ്രണ്ട് ആരായിരിക്കും? ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ഒരു ഹാർഡ് ടൈം സിറ്റുവേഷൻ എനിക്ക് അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. അഥവാ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ കൂടെയും ഞാൻ സെൽഫ് മാനേജ് ചെയ്യാറാണ് പതിവ്. എനിക്ക് അങ്ങനെ വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന ശീലം തീരെ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടുമില്ല. അങ്ങനെ ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് മൈൻഡിലേക്ക് വരുന്നുമില്ല. നമ്മളുടെ പരിചയമുള്ള ആൾക്കാർ, കോ ആക്ടേഴ്സ്, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ എൻ്റെ അടുത്ത് പറയാറാണ് പതിവ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലേ? ലൊക്കേഷനിൽ എപ്പോഴെങ്കിലും ഒത്തിരി വിഷമിക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒരു അഭിനയിക്കുന്നത് റീടേക്ക് ചെയ്ത് ശരിയാവാതെ വന്ന ഏതെങ്കിലും ഒരു സീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള സീൻസ് ഉണ്ടായിട്ടില്ല.
അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് ചീത്തയൊക്കെ വന്നിട്ടുണ്ടോ, ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്? ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് ചീത്ത ഫസ്റ്റ് ടൈം വന്ന സമയത്തൊക്കെ കാര്യം നമുക്കറിയില്ലല്ലോ ക്യാമറയുടെ ഫ്രണ്ടിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള ടെക്നിക്സും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതിന്റെ പേരിൽ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ട് അതിനുശേഷം പിന്നെ ഇതുവരെ അങ്ങനെ വഴക്കൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. ബട്ട് ഇടയിലായിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത് ആക്ച്വലി ഒരു ഫണ്ണി ഇൻസിഡന്റ് ആണ്. നമ്മളുടെ ക്യാമറമാൻ കുറച്ച് ഫണ്ണി ആയിരുന്നു മഞ്ഞൾ വിരിഞ്ഞ പോലെ. അപ്പൊ ആള് പറയുന്ന എല്ലാ കോമഡിയും വളരെ സീരിയസ് ആയിട്ടാണ് പറയാ. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് കോമഡി എന്താണ് സീരിയസ്. അപ്പൊ ഒരു ദിവസം എല്ലാവരും കൂടെ ഉള്ള ഒരു സീനിനകത്ത് ഞാനിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടന്ന് എന്തോ ഒരു മുദ്രപത്രം എടുത്തു കഴിഞ്ഞ് കീറി കളയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ റിഹേഴ്സൽ നോക്കുന്ന സമയത്ത് ഞാൻ ക്യാമറമാനോട് ചോദിച്ചു, അപ്പൊ ഇതിങ്ങനെയല്ലേ പിടിക്കേണ്ട പ്ലേസ് ചെയ്യേണ്ടത്, അപ്പൊ കീറട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആള് കീറിക്കോളാൻ പറഞ്ഞു. ഒറ്റ കോപ്പി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കയറി ഡയറക്ടറിന്റെ വായന നല്ലത് കിട്ടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു സാറേ ക്യാമറമാൻ പറഞ്ഞതുപോലെ കയറിക്കോ. അങ്ങനെ ക്യാമറമാൻ പറഞ്ഞ കയറാനാണ് ഞാൻ പിന്നെ എന്തിനാണ് ഇരിക്കണമെന്ന് പറഞ്ഞ് നല്ല രീതിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു ഫണ്ണി ഇൻസിഡന്റ് മാത്രമാണ് ഓർമ്മയിലുള്ളത് അല്ലേ? സ്റ്റാർ മാജിക്കിലേക്ക് എന്നാ തിരിച്ചു വരുന്നത്? ശരിക്കും സ്റ്റാർ മാജിക്കിലെ നിങ്ങളുടെ ആ ഒരു കോംബോ മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് ഇനി സ്റ്റാർ മാജിക്കിലേക്ക് തിരിച്ചു വരുന്നത്? സ്റ്റാർ മാജിക്കിലേക്ക് വരണം എന്നുണ്ട്. ഉടനെ തന്നെ ഉണ്ടാവും. ഞാനിത് പറഞ്ഞ പോലെ ഇവിടുത്തെ ഷൂട്ടിന്റെ കാര്യത്തിലൊക്കെ ബിസി ആയിട്ട് ഈ സീരിയൽ സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 to 20 days വരെ ഷൂട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവര് വിളിക്കുന്ന ടൈമിൽ എനിക്ക് ഡേറ്റ് അവൈലബിലിറ്റി കിട്ടാറില്ല. അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഉടനെ വരും. മിമിക്രി ഒക്കെ ചെയ്യോ അല്ലേ? മിമിക്രി പണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു മിമിക്രി ചെയ്യാവോ? മീനുവാടി മലയിൽ തന്നെ ചെയ്യാം, അതല്ലേ ഹിറ്റ് വൈറല്. ഓക്കെ, ഞാൻ പണ്ട് കോളേജിൽ ഇരുന്ന ടൈമിലാണ് ഇതേപോലെ മിമിക്രി ചെയ്യും എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളുടെ കോളേജിലുള്ള ക്ലാസ്മേറ്റ്സിൻ്റെ അടുത്തൊക്കെ കാണിച്ചു നോക്കിയപ്പോഴത്തേനും ഒരു ഓക്കെ പറഞ്ഞു. ഓക്കേടാ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് മാച്ച് ആവുന്നുണ്ട്, നീ എന്തായാലും പെർഫോം ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആർട്സ് ഡേയിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ മിമിക്രി പെർഫോം ചെയ്യുന്നത്. അപ്പം അന്ന് പെർഫോം ചെയ്തിരുന്ന സമയത്ത് ചെയ്ത 1-2 ക്യാരക്ടേഴ്സിൻ്റെ സംഭവം ഞാൻ കാണിക്കാം. ഫസ്റ്റ് ശ്രീനിവാസനും MS തൃപ്പൂണിത്തറയും കൂടെ ഉള്ള കോംബോ ഡയലോഗ്. ഞാനൊന്ന് ചോദിച്ചു, എനിക്കൊരു പൂക്കാലം തന്നു. അന്ന് ചെയ്ത സാധനം മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ അതിലേക്ക് പോയിട്ടുമില്ല, അതിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് തിരിച്ചു കിട്ടുമെന്നുള്ള സംഭവം നോക്കാം നമുക്ക്. കുണക്കട്ട കോഴി കോളക്കോഴി കൊന്നഞ്ചെരുവിലെ വയറ്റാട്ടി നീ കേട്ടോ ചാന്ത നീ കേട്ടോ. എന്താടോ അത്, തന്നെക്കാട്ടിലും നന്നായിട്ട് തന്റെ മകൻ പാടൂലോ. ഞാൻ എന്താ ഒരു പാട്ട് തനിക്ക് പാടിത്തരാം. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം. ഓ അടിപൊളി 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 അടി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, നേരത്തെ പറഞ്ഞതല്ലേ എന്നെ. ഒരു പൂ ചോദിച്ചാൽ എനിക്കൊരു പൂക്കാലം തന്നു, സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാമോ? മിമിക്രി ചെയ്തു, അതിമനോഹരമായി അത് ചെയ്തു. ഇനി ഒരു പാട്ടും കൂടി ആയിരുന്നെങ്കിൽ നമ്മുടെ ഓണസദ്യ കംപ്ലീറ്റ് ആയാനെ. മന്ദാരച്ചിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം വാങ്ങുന്നു. സൂപ്പർ സൂപ്പർ. അപ്പോ മിമിക്രി, ആക്ടിങ്, സിംഗിങ് ഒരു ഫുൾ പാക്കേജ് ആണ് യുവ. മനോഹരമാക്കിയിട്ടുണ്ട്. താങ്ക് യു. ഈ ഓണ സമയത്ത് ജാനകിയുടെയും അബിയുടെയും വീട് കാണുന്ന ആരാധകരോട്, മൃദുലയുടെയും യുവയുടെയും ആരാധകരോട് എന്താണ് പറയാനുള്ളത്? ഞങ്ങളിപ്പോൾ ഒരു കുടുംബമായിട്ട് ഏഷ്യാനെറ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം ഏഷ്യാനെറ്റ് കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. സോ നിങ്ങൾ ഏഷ്യാനെറ്റിൽ ബാക്കിയുള്ള സീരിയൽ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന അതേ സപ്പോർട്ടും സ്നേഹവും നമുക്കും ഉണ്ടാവണം. നമ്മളുടെ സീരിയലും കാണണം, പ്രോത്സാഹിപ്പിക്കണം. എന്തെങ്കിലും തെറ്റും കുറവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ട് തിരുത്തി വീണ്ടും വളരെ പൂർവാധികം ശക്തിയോടുകൂടെ വരുന്നതായിരിക്കും. സോ എന്തായാലും സ്നേഹം ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. ഹാപ്പി ഓണം. അപ്പോൾ ഈ മിനി സ്ക്രീനിൽ ഞങ്ങളുടെ ചോക്ലേറ്റ് ഹീറോ ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി നല്ല ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് മനോഹരമായ ജീവിതം മുൻപോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം.